ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ പീരയാണ്. പ്രോൺസ് പീര, ചെമ്മീൻ തോരൻ എന്ന് പറയാം. കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ചെടുത്ത ചെമ്മീൻ പീരയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അര കിലോ ചെമ്മീൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചി അരിഞ്ഞത് അരക്കപ്പ്, വെളുത്തുള്ളി അരിഞ്ഞത് അരക്കപ്പ്, പച്ചമുളക് ആവശ്യത്തിനനുസരിച്ച് 6 അല്ലെങ്കിൽ 7 പച്ചമുളക്, ചെറിയുള്ളി അരിഞ്ഞത് 1/4 കപ്പ്, കുടംപുളി 2-3 കഷ്ണം നല്ലതുപോലെ കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. തേങ്ങാപ്പീര 2 കപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില 2 തണ്ട്, ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എൻ്റെ ഹസ്ബൻഡ് സിസ്റ്റർ വയ്ക്കാറുള്ള ഒരു കറിയാണിത്, ചെമ്മീൻ പീര. അപ്പോൾ ചെറിയ ചെമ്മീനാണെങ്കിലാണ് നല്ലത്, പൊടി ചെമ്മീനെ കിട്ടില്ല, അതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ചെമ്മീൻ വേകുന്നതിനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ചെമ്മീൻ വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചൊന്ന് വേവിക്കുക. അപ്പോൾ ചെമ്മീൻ പീരയിൽ ചെറിയ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്കിന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി വീണ്ടും അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കാം. അപ്പോൾ ചെറിയ തീയിലിരിക്കുമ്പോൾ ആ പുളിയും ഉപ്പും എല്ലാം ചെമ്മീനിലേക്ക് നല്ലതുപോലെ, എരിവൊക്കെ നല്ലതുപോലെ ചെമ്മീനിലേക്ക് ഒന്ന് പിടിക്കട്ടെ. ഇപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അടപ്പ് തുറക്കുക. അപ്പോൾ കുറച്ച് വെള്ളമുണ്ട് ചെമ്മീനിൽ. ഇനി നമുക്കിത് അടച്ച് വെക്കേണ്ട, ഇനി തുറന്ന് തന്നെ വെച്ച് ചെമ്മീൻ വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ചെമ്മീനുള്ള വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പും പുളി എരിവൊക്കെ ഉണ്ടോ എന്ന്. ഞാൻ ലോ ഫ്ലെയിമിൽ നിന്ന് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ പീരയിലെ വെള്ളമൊക്കെ, ചെമ്മീൻ പീരയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഇനി തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെമ്മീൻ പീര റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട, ഈ ചെമ്മീൻ പീര തന്നെ കഴിച്ചാൽ മതി.